തിരുവനന്തപുരം വർക്കലയിൽ ഒരു കുടുംബത്തിലെ ആളുകളെയൊക്കെയും മയക്കുമരുന്ന് നൽകി മോഷണം നടത്തിയ കേസിലെ പ്രതി ഇപ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോവാണ് വിഷ്ണു വിവരങ്ങളുമായി. വിഷ്ണു, ഇതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? വർക്കലയിൽ വീട്ടുകാരെ മയക്കിക്കിടത്തി മോഷണം നടത്തിയ കേസിലെ പ്രതിയാണ് ഇപ്പോൾ കോടതിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീണ് മരിച്ചത്. ഒന്നാം പ്രതി നേപ്പാൾ സ്വദേശിയായ രാംകുമാറാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് വർക്കലയിൽ മോഷണം നടന്നത്. മോഷണത്തിലെ നിരവധി പേർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു മോഷണം വളരെ ആസൂത്രിതമായി നടത്തിയ മോഷണമാണെന്നാണ് പോലീസ് അടക്കം കരുതിയിരുന്നത്. ഒരു നേപ്പാൾ സ്വദേശി വർക്കലയിൽ വീട്ടുകാരെയൊക്കെ മയക്കിക്കിടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വീട്ടിൽ വെറും 15 ദിവസം മുമ്പ് മാത്രം ജോലിക്ക് പ്രവേശിച്ച നേപ്പാൾ സ്വദേശിനിയാണ് ഇവർക്ക് വീട്ടിലെ 3 പേർക്ക് മയക്കുമരുന്ന് നൽകി മയക്കിയതിനു ശേഷം വീട്ടിൽ കവർച്ച നടത്തിയത്. അവർക്കൊപ്പം മറ്റ് മോഷ്ടാക്കൾ ഉണ്ടായിരുന്നു. മൊത്തം 5 പേരാണ് ഇതിൽ ഉൾപ്പെട്ടതെന്നാണ് പോലീസ് പറയുന്നത്. ഇത്തരത്തിൽ അടുത്തുള്ള CCTV ദൃശ്യങ്ങളിൽ നിന്ന് പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യം വ്യക്തമായത്. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഈ മോഷണം നടന്നതിന് ശേഷം തന്നെ പ്രതികൾ ഓടി രക്ഷപ്പെടുന്നുണ്ടായിരുന്നു. വീട്ടിൽ ഭാര്യയെ വിളിച്ചിട്ട് കിട്ടാതിരുന്നപ്പോൾ വീട്ടിലെ ഭർത്താവ് ബാംഗ്ലൂരിലായിരുന്നു. അദ്ദേഹം അയൽക്കാരെ അറിയിക്കുകയായിരുന്നു വീട്ടിലേക്കൊന്ന് പോയി നോക്കാൻ. ആ സാഹചര്യത്തിലാണ് മോഷണം നടന്ന വിവരം നാട്ടുകാർ അറിഞ്ഞത്. ഈ ഘട്ടത്തിൽ പ്രതികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പക്ഷെ നാട്ടുകാരെത്തുമ്പോഴേക്കും മതിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരു പ്രതി ഈ രാംകുമാർ മതിലിലെ കമ്പിയിൽ കുടുങ്ങി താഴെ കിടക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇയാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. ഇതിനുശേഷം ഇന്ന് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുമ്പോഴാണ് ഈ പ്രതി കുഴഞ്ഞു വീണ് മരിക്കുകയുണ്ടായത്. മറ്റു പ്രതികൾക്കായി പോലീസ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നുണ്ട്. ഏതായാലും പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കെ തന്നെയാണ് ഇപ്പോൾ പ്രതി മരിച്ചതെന്നുള്ളതാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്. ഏതായാലും ഈ വിഷയത്തിൽ നാട്ടുകാർ പിടികൂടി ഏൽപ്പിച്ചത് കൊണ്ട് തന്നെ കാര്യമായ മർദ്ദനമേറ്റിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരുന്നു. തീർച്ചയായും അപ്പോൾ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞെങ്കിൽ മാത്രമേ വിശദമായിട്ടുള്ള ഒരു വിവരത്തിലേക്ക് പോകാൻ കഴിയൂ. സൂചിപ്പിച്ചതുപോലെ അത്തരത്തിലുള്ളൊരു കാര്യം ഏത് തരത്തിലാണ് ഈ മരണകാരണം, അല്ലെങ്കിൽ ഹൃദയാഘാതമാണോ അല്ലെങ്കിൽ പരിക്കേറ്റതിനെ തുടർന്നാണോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം മാത്രമാണ് അറിയാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ മറ്റു പ്രതികൾക്കായുള്ള തെരച്ചിലും പോലീസ് നടത്തുന്നുണ്ട്. ഏതായാലും ഈ കേസിൽ ഇനി കൂടുതൽ വിവരങ്ങൾ അറിയാൻ ബാക്കിയുണ്ട്. ഏതായാലും ഈ പ്രതിയുടെ മരണത്തിന്റെ കാര്യത്തിൽ എന്തായാലും ഇനി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും. ഏതായാലും നാട്ടുകാർ പിടികൂടി നൽകിയത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. വർക്കല ഹരിഹരപുരത്തെ മോഷണ കേസുമായി ബന്ധപ്പെട്ടാണ് ഒന്നാം പ്രതി നേപ്പാൾ സ്വദേശിയായിട്ടുള്ള രാംകുമാർ ഇപ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചിരിക്കുന്നത്. മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുന്ന സമയത്താണ് ഇയാൾ കുഴഞ്ഞു വീണ് മരിച്ചത്. കേസിൽ നിരവധിയായിട്ടുള്ള മറ്റു പ്രതികളുമുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടന്നു വരികയാണ്. ഇയാളെ നാട്ടുകാർ പിടികൂടി പോലീസിലെ ഏൽപ്പിക്കുകയായിരുന്നു. വിഷ്ണുവാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്.